الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസിന്റെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൻ നാസിന്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഫളായിലുകൾ, പ്രാധാന്യം, അത് പ്രത്യേക മോദൽ സുന്നത്തുള്ള സമയങ്ങൾ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതവുമായി എങ്ങനെയാണ് സൂറത്തുൻ നാസ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ബസ്മലക്കും ഇസ്തിആദത്തിനും ശേഷം സൂറത്തിലേക്ക് നമ്മൾ കടന്നു. മലിക്കിന്നാസ് രണ്ടാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയാണ് നമ്മൾ. അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. അപ്പൊ രക്ഷ ചോദിക്കേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കാവൽ നമുക്ക് കിട്ടേണ്ട വിഷയങ്ങൾ എമ്പാടുമുണ്ട്. ആ കാവലിനെ കിട്ടേണ്ട വിഷയങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. ആ ചോദിക്കുക വഴി നമുക്ക് കിട്ടാൻ പോകുന്നത്, ഏതൊരു വിഷയത്തിൽ നിന്നാണോ കാവലിനെ ചോദിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കുക എന്നത് മാത്രമല്ല, അതിലൂടെ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, കിട്ടാൻ പോകുന്നത്, ആ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ അസ്മാഉകൾ മുഖേനയാണ് ഇവിടെ നമ്മൾ കാവലിനെ ചോദിക്കുന്നത്. ഇസ്തിആദത്ത്, അഊദു, അത് ഇസ്തിആദത്താണ്, സഹായം ചോദിക്കലാണ്, കാവൽ ചോദിക്കലാണ്. അഊദു ബില്ലാഹി, അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പിന്നെ ശൈത്താന റജീം, ശൈത്താന റജീമിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. അത് അള്ളാഹിനോട് ചോദിക്കുന്നു, എന്തിൽ നിന്ന്? ശൈത്താൻ റജീമിൽ നിന്ന് ചോദിക്കുന്നു. ഇവിടെ സൂറത്തുൻ നാസില് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അള്ളാഹുവിന്റെ ചില അസ്മാകൾ എടുത്ത് പറയാം. ആ അസ്മാകൾ എടുത്ത് പറഞ്ഞതിന് ശേഷമാണ് എന്തിൽ നിന്നാണ് കാവലിനെ ചോദിക്കുന്നത് എന്ന് പറയുന്നത്. കാവലിനെ ചോദിക്കുന്ന വിഷയം എന്താണ്, എന്തിൽ നിന്നാണ് നമുക്ക് രക്ഷ വേണ്ടത്, എന്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കേണ്ടത് എന്നത് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ചില അസ്മാകൾ എടുത്ത് പറയാം. അതാണ് ജനങ്ങളുടെ റബ്ബിനോട്. അപ്പൊ ജനങ്ങളുടെ റബ്ബ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിലെ പല ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു. പിന്നീട് പറയുന്ന രണ്ടാമത്തെ വിശേഷമാണ് മലിക്കിൻ നാസ്. ഒന്ന് റബ്ബുൻ നാസാണ്, രണ്ട് മലിക്കിൻ നാസാണ്, ജനങ്ങളുടെ രാജാവ് മലിക്കിൻ നാസ്. അപ്പോ ഈ അള്ളാഹുവിന്റെ അസ്മാകൾ എന്തിനാണ് പഠിപ്പിക്കപ്പെട്ടത്? എന്തിനാണ്? ഒന്നത. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ശ്രദ്ധിക്കണേ,
വമൻ അഹ്സാഹ, ആരെങ്കിലും അത് എണ്ണി തിട്ടപ്പെടുത്തിയാൽ ക്ലിപ്തപ്പെടുത്തിയാൽ ദഖലൽ ജന്ന, സ്വർഗത്ത് കടന്നു. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ആരെങ്കിലും ചൊല്ലിപ്പഠിച്ചാൽ സ്വർഗത്തിൽ കടന്നു എന്നല്ല. മനസ്സിലായില്ലേ പറഞ്ഞേ? അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നന്റെ ഒരു ബോർഡ്, പല ആൾക്കാരും അങ്ങനെയാണ്. അസ്മാഉൽ ഹുസ്നന്റെ ബോർഡ് എന്ത് ചെയ്യും? ഫ്രെയിം ചെയ്തിട്ട് കയ്യിൽ തൂക്കും, കച്ചവട സ്ഥാപനത്തിൽ തൂക്കും. അങ്ങനെ ഫ്രെയിം തൂക്കിയാൽ, ബോർഡ് തൂക്കിയാൽ സ്വർഗത്തിൽ കടന്നു എന്നല്ല. അള്ളാഹുവിന്റെ അസ്മാവുകൾ ഒരാൾ എണ്ണിപ്പഠിച്ചാൽ സ്വർഗത്തിൽ കടന്നു എന്നല്ല. മറിച്ച് അഹ്സ്വ എന്ന് പറഞ്ഞാൽ, ഇസ്സ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അതേ രൂപത്തിൽ ഒരാൾ മനസ്സിലാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്സ. അപ്പൊ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നന്നായിട്ട് പഠിക്കണം. അത് വെറുതെ ഇങ്ങനെ എണ്ണിപ്പോകാനുള്ളതല്ല. കാരണം എന്തിനാണ് അള്ളാഹുവിന്റെ അസ്മാകൾ നമുക്ക് പറഞ്ഞു തന്നത്? ഇപ്പൊ നമുക്ക് എന്തിനാ പേരിട്ടത്? ഓരോരുത്തരിക്കുന്ന എല്ലാവർക്കും ഓരോ പേരാണ് അല്ലെ? എന്തിനാണ് പേരിട്ടത്? തിരിച്ചറിയാം അല്ലെ? അതിനല്ല പേരിട്ടത്. മനുഷ്യനെ ഗ്രൂപ്പും ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെ ആക്കിയത് എന്തിനു വേണ്ടി? നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ അല്ലെ? പേരിട്ട് അള്ളാഹു, ഉദാത്തമായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അള്ളാഹിനെ നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹിനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അള്ളാഹുവിനെ എങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ മനസ്സിലാക്കണം. അപ്പൊ മലിക് എന്നത്, രാജാവ് എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ ഒരു ചിത്രം വരും. അള്ളാഹു രാജാവാണ് എന്ന് പറയുമ്പോൾ വരുന്നൊരു ചിത്രം അതല്ല. മറിച്ച് ഖുർആനിൽ റബ്ബുൻ നാസിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഉത്തരം എന്താണ്? അള്ളാഹിന്റെ നാമം എന്തിനാണ്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. സൂറത്ത് അറാഫിലെ 180-ാമത്തെ ആയത്ത്. അറാഫിലെ 180. മറിക്കണ്ട, കേട്ടാ മതി. മറിക്കാതെ വേറെ വരുന്നത് ഞാൻ പറയാം. എഴുതിച്ചാ 7 180-ാമത്തെ ആയത്തിൽ, 7-ാമത്തെ സൂറത്ത് 180-ാമത്തെ ആയത്തിൽ എന്ന് പറയാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉദാത്തമായ നാമങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. എന്തിന്? ഫദ്ഉഹു ബിഹാ. ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ വിളിക്കുക. ഫദ്ഉഹു ബിഹാ. ആ നാമങ്ങളിലൂടെ നിങ്ങൾ ദുആ ചെയ്യാം. മനസ്സിലാവില്ല? അപ്പൊ ഇവിടെ ഇസ്തിആദത്ത് നടത്തുമ്പോ അള്ളാഹിനോട് കാവലിനെ ചോദിക്കുന്നത് ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോ അള്ളാഹുവിനോട് അള്ളാഹിന്റെ നാമങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് കാവലിനെ ചോദിക്കും. അപ്പൊ ആ നാമങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് നമ്മൾ കാണണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ അസ്മാഉൽ ഹുസ്ന ഈ നമ്മളും തമ്മിലുള്ള എന്തിനാണ് പറഞ്ഞു തരുന്നുള്ള ബന്ധം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. നമ്മളൊരു ഭാഗത്തും അസ്മാവിൽ വേറൊരു ഭാഗം നമ്മൾ കാണുന്നത്, നമ്മുടെ ജീവിതം വേറൊരു ഭാഗത്തും അള്ളാന്റെ അസ്മാവ് ചാർട്ടായിട്ട് ഫ്രെയിം ചെയ്ത് നോക്കിയത് വേറൊരു ഭാഗത്തും ഉണ്ടാവും. അതല്ലാതെ നമ്മളായിട്ട് ഇതായിട്ടൊരു ബന്ധം ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കണം. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങള് അള്ളാഹുവിന്റെ നാമത്തെ മലിക് എന്ന് പ്രയോഗിച്ച മറ്റ് സ്ഥലമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയോ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞു അല്ലെ? ഏതൊക്കെയാ പറഞ്ഞത്? 23-ല് 119 അതിന് മുമ്പ് 2-ല് 20-ല് 109 114 അവസാനം മുഅ്മിനൂനിലെ ആയത്ത് നമ്മൾ പറഞ്ഞു അല്ലെ? അത് ഫുള്ള് പറഞ്ഞോ? 18 വരെ പറഞ്ഞു. 101 മുതൽ 118 വരെയുള്ള ആയത്തുകൾ അല്ലെ? അത് വല്ലത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട്? അതിൽ പറഞ്ഞതൊന്ന് മറിക്കാതെന്ന് പറയും ആരെങ്കിലും ഒരാൾ? എന്തായിരുന്നു നമ്മൾ ആ ആയത്തിൽ പറഞ്ഞ
അള്ളാഹുവിനെ മലിക്ക് എന്ന് പറഞ്ഞെടുത്ത് പറഞ്ഞ കണ്ടന്റ് എന്തായിരുന്നു, വിഷയം എന്തായിരുന്നു, സബ്ജക്ട് ഒന്ന് പറയാൻ പറ്റുമോ? ഭാഷയിൽ ആ നമുക്ക് കാര്യങ്ങളും ആ അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ഭാഷയിൽ നടക്കുന്ന സംഭവങ്ങൾ അവിടെ ഷിഫായത്തിനെ അറിയുന്നില്ല. ആ നമുക്ക് ജസാക്കുമുല്ലാഹ് ഖൈർ, അല്ലാഹു ബാരിക് ഫീക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ ഞാൻ ആ സൂറത്തുൽ മുഅ്മിനൂനിലെ പ്രത്യേകതയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ അറിയാറുള്ള അടുത്ത ക്ലാസ് 3:15 ക്ലാസ് സൂറത്തുൽ മുഅ്മിനൂനാണ് അവിടെ പഠിപ്പിക്കണേ. പക്ഷെ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്ന കാര്യം എന്താ, സൂറത്തുൽ സുമർ പഠിക്കാനും നല്ലോണം ആൾക്കാരുണ്ട്, യാസീൻ പഠിക്കാനും നല്ലോണം ആൾക്കാരുണ്ട്, നാസ് പഠിക്കാനും അവിടെ നല്ലോണം ആൾക്കാരുണ്ട്. അറിയാറുള്ള മുഅ്മിനൂൻ പഠിക്കാൻ അവിടെ ആ ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. തീരെ ആളില്ലാന്നല്ല പറഞ്ഞത്, ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങനെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ശരിക്കും ഈ 3 ക്ലാസ്സിനേക്കാൾ പ്രധാനമാണ് 4ാമത്തെ ക്ലാസ് മുഅ്മിനൂനാണ്. അവിടേക്ക് എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഞാനത് ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞു. മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂൻ. ആ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു തആല ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. അത് ഞാൻ പറഞ്ഞു, ചിലത് നമ്മളെ നെഞ്ചി പിടക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെ ഹൃദയം പിടക്കുന്ന കാര്യങ്ങളാണ് അള്ളാഹു അതിൽ പറയണത്. അല്ലെ, നമുക്ക് പ്രിയപ്പെട്ട, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളൊരു മകനെ, നമ്മളെ പൊന്നു മോനെ രാവിലെ മുതൽ കാണാനില്ല, സ്കൂൾക്ക് പോയതാ, സ്കൂൾക്ക് എത്തിയിട്ടില്ല, വൈകുന്നേരമായി, രാത്രിയായി, ആ വീട്ടിന്റെ അവസ്ഥത്തേക്ക് പൊന്നു മോളെ കാണാനില്ല. അത് വലുതാവട്ടെ ചെറുതാവട്ടെ, ഏത് കുട്ടിയാവട്ടെ, ഏത് പ്രായമാവട്ടെ, മോളാണ്. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. പക്ഷെ 4:30 മണിക്ക് എത്ര കുട്ടി 5 മണിയായിട്ട് എത്തിയിട്ടില്ല, 6 മണി കഴിഞ്ഞ് 7 മണിയായിട്ട് എത്തിയിട്ടില്ല, രാത്രി 9 മണി 10 മണിയായിട്ട് രാത്രി എത്തിയിട്ടില്ല. അന്ന് ഉറങ്ങോ ഈ വാപ്പ, ഭക്ഷണം കഴിക്കോ, വെള്ളം കുടിക്കോ? എന്തായിരിക്കും ആ വീട്ടിന്റെ അവസ്ഥ? എന്തായിരിക്കും ഹൃദയത്തിന്? ആർക്ക് സമാധാനിപ്പിക്കാൻ പറ്റുമോ? സമാധാനിപ്പിക്കാൻ കഴിയുമോ? സമാധാനിപ്പിച്ചാൽ സമാധാനം കിട്ടോ? എന്നാലോചിച്ചു നിങ്ങൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉമ്മനെ കാണാനില്ലേ. അപ്പൊ കുറച്ചു മുമ്പ് കക്കാട് എന്ന സ്ഥലത്തിൽ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസങ്ങളോളം അതായിരുന്നു ഉണ്ടായിരുന്നത്. ആ മകൻ മാത്രല്ല, അന്ന് ആ തെരഞ്ഞ ആൾക്കാർ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു നാട്ടിൽ നമ്മുടെ അയൽവക്കത്ത് ഒരു കാര്യം നടന്നാൽ എന്തൊക്കെയാണ് അതേപോലെ കിലോമീറ്ററുകൾ അപ്പുറത്ത് വേറെ നാട്ടിൽ നടക്കുന്ന കാര്യം മുഴുവനും നമ്മുടെ മുന്നിലാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ, കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ കൂടുതൽ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാൾ അപ്പുറത്ത് പലതും അനുഭവിക്കേണ്ടതുണ്ട്. പക്ഷെ അവർക്കൊന്നും വേണ്ട കാര്യം നമുക്കറിഞ്ഞ് കിട്ടണില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അന്നും ഒരു ജുമാഅത്തുമ പള്ളിക്കലുണ്ടാവും, എപ്പോഴെങ്കിലും ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവും, ഇന്നും അതുള്ളൂ. പക്ഷേ അത് പോരാ. കാരണം കാലഘട്ടങ്ങൾ, സാഹചര്യങ്ങളൊക്കെ മാറി മാറി വരികയാണ്. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നമ്മളെ പോയ ഉമ്മാനെ കാണുന്നില്ല, ഇങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ. പ്രിയപ്പെട്ട ഉമ്മാനെ കാണുന്നില്ല. അല്ലാഹു തആല പരലോകത്ത് മനുഷ്യറയിൽ വരാൻ പോകുന്ന ഒരു സംഗതി പറഞ്ഞുതരാം. അതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ഹൃദയത്തിൽ തട്ടുന്ന വിഷയമാണ് അല്ലാഹു പറഞ്ഞത്. ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല. അവരൊന്ന് ചോദിക്കുക പോലും ചെയ്യൂല, ഒന്ന് വിവരം അന്വേഷിക്കുക പോലും ചെയ്യൂല. ഈ കാര്യം പറഞ്ഞിട്ടാണ് അല്ലാഹു ഫതആല അല്ലാഹുൽ മലിക്, അൽ മലിക്കായ അല്ലാഹു എത്ര ഉന്നതനാണ്. അൽ മലിക്കായ അല്ലാഹു ഒരു തിരിച്ചറിവാണ്. കാരണം നമ്മള് ദുനിയാവിലെ ജീവിതമൊക്കെ ചില സമയത്ത് ബന്ധപ്പെട്ടത്, ചില സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടത്, ചില ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദുനിയാവിലെ ജീവിതം അല്ലെ. ചിലപ്പോൾ നമുക്ക് നല്ല മൂടാണ്, ചിലപ്പോൾ നമുക്ക് മൂടൗട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, ചിലപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ മാറി ഒറ്റക്കായിരിക്കും, ആ സന്തോഷമൊന്നും ഇല്ലാതെ നമ്മളൊരു പ്രവാസിയായിരിക്കും. നമുക്ക് തണുപ്പുള്ള സമയം, ചൂടുള്ള സമയം, നമുക്ക് രോഗമുള്ള സമയം, രോഗമില്ലാത്ത സമയം, ഇങ്ങനെ പല സമയങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അനുസരിച്ചാണ് നമ്മളൊക്കെ ജീവിതം പോണത്. പക്ഷെ അള്ളാഹ് പറയാ, ചിലപ്പോ മനുഷ്യനാണല്ലോ, മനുഷ്യന്റെ റബ്ബ അല്ലെ. ആ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു നാട്ടിലെ രാജാവായിരിക്കും, ചിലപ്പോൾ ഒരു മന്ത്രിയായിരിക്കും, ചിലപ്പോൾ അധികാരമൊന്നും ഇല്ലാത്ത ഒരു കുടിയിൽ താമസിക്കുന്ന ഒരു പാവം ഒരു പ്രജയായിരിക്കും. ആരാവട്ടെ മനുഷ്യനാണ്. അള്ളാഹു മലിക്കാണ്, നമ്മളൊരു കേവലം മനുഷ്യനാണ്.
എന്താണെങ്കിലും ശരി, എല്ലാം വിട്ട് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകും. ഏത് രാജാവ് മരിച്ചാലും അന്ത്യകർമ്മങ്ങൾ എത്ര ഗംഭീരമായിരുന്നാലും ഒരു മാസക്കാലം നീണ്ടു നിന്ന ദുഃഖാചരണം, നാട്ടിലെ എല്ലാ രാജ്യങ്ങളിലെ പതാകകളും ദേശീയ പതാകയും പകുതി താഴ്ത്തിക്കെട്ടി ലോകം മുഴുവനും കറുത്ത കൊടികൾ കൊണ്ട് നിറഞ്ഞു, എല്ലാവരും ദുഃഖസാന്ദ്രമായി. അങ്ങനെ ഒരു അന്ത്യകർമ്മം നടത്തിയ ഒരു രാജാവ് മരിച്ച് ഒന്നുകിൽ അയാളെ കത്തിച്ചാൽ ചാരമായി മാറി, ഒഴിച്ചിട്ടാൽ മണ്ണായിട്ട് മാറി, അല്ലെ? ഇത് തന്നെയാണ് ഈ കുടിലിലെ ഏതോ ഒരു മൂലയിൽ കിടന്ന് മരണപ്പെട്ടൊരു മനുഷ്യനെയും കത്തിച്ചാൽ ചാരമായി, കുഴിച്ചിട്ടാൽ മണ്ണായി മാറി. അല്ലേ അവസ്ഥ? ചില ചിന്തകൾ, ചില ഓർമ്മകൾ, ചില തിരിച്ചറിവുകൾ മനുഷ്യനുണ്ടാവണം. ആ തിരിച്ചറിവുകൾ ഉണ്ടാവാതെ വരുമ്പോഴാണ് നമ്മളിൽ പല തിന്മകളും സംഭവിക്കുന്നത്. അപ്പം സൂറത്തുൽ മുഅ്മിനൂനിലെ ആ ആയത്ത് വളരെ പ്രസക്തമാണ്. അല്ലാഹു തആല അവിടേക്ക് പറഞ്ഞു വെച്ച കാര്യം. ശരി, ഇന്ന് നമ്മൾ നോക്കുന്നത് സൂറത്ത് ത്വാഹയിലെ 20-ാം അധ്യായം. എല്ലാവരും മറിക്കുക, 20-ാം അധ്യായം മറിക്കുക. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ. അതിലെ 108 മുതൽ സൂറത്ത് ത്വാഹ വായിച്ചിരുന്നോ? വായിച്ചു. എന്തായിരുന്നു എന്റെ കണ്ടന്റ്? എന്തുകൊണ്ടാണ് മലിക്കുൽ ഹഖ് എന്ന് പറയുന്നത്? തആലല്ലാഹുൽ മലിക്കുൽ ഹഖ്. ഇത് മനസ്സിലാക്കേണ്ടത് ഖുർആനിലൂടെയാണ്. അല്ലാഹു മലിക്കുൽ ഹഖ്, അത് മനസ്സിലാക്കേണ്ടത് ഖുർആനിലൂടെയാണ്. അത് തൊട്ട് മുന്നിലെ ആയത്തിൽ വകദാലിക അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ വസറഫ്നാ ഫീഹി മിനൽ വഈദി ലഅല്ലഹും യത്തഖൂന ഔ യുഹ്ദിസു ലഹും ദിക്റാ. അവർക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടി, അവരെ ബോധം അവർക്ക് ഉണ്ടാകാൻ വേണ്ടി, തിരിച്ചറിവ് അവർക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ കാര്യം പറഞ്ഞു വെച്ചു. ശരി, ഇനി 59-ാമത്തെ സൂറത്ത് 59. ാമത്തെ സൂറത്ത് സൂറത്തുൽ ഹശ്ർ. അതിലെ 18-ാമത്തെ ആയത്ത് മുതൽ സാധാരണ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്ന പള്ളിയിലെ ഇമാമുമാരൊക്കെ സാധാരണ ഓതുന്ന ചില ആയത്തുകളാണ്. നമുക്കൊക്കെ ഏകദേശം അർത്ഥം അറിയുന്ന ആയത്താണ് ഈ ആയത്തുകൾ. അപ്പൊ ഇതിൽ വരുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സൂറത്ത് ത്വാഹയാകട്ടെ മുഅ്മിനൂനാകട്ടെ, അതിൽ പറഞ്ഞ വിഷയങ്ങളും അവിടെ ഒന്ന് മനുഷ്യന്റെ നിസ്സഹായത അത് ബോധ്യപ്പെടുത്തി തീർന്ന ഖുർആൻ. മനസ്സിലായില്ലേ? അത് സൂറത്ത് ത്വാഹയിൽ നമ്മൾ കണ്ടു, മുഅ്മിനൂനിലും കണ്ടു. ഇനി വായിക്കാൻ പോകുന്നിടത്ത് നമ്മൾ കാണാൻ പോകുന്നത് മനുഷ്യന്റെ നിസ്സഹായതയും അത് ബോധ്യപ്പെടുത്തി തീർന്ന ഖുർആന്റെ മഹത്വമാണ്. ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് നോക്കി, എല്ലാവരും വായിച്ചോളൂ. 18-ാമത്തെ ആയത്ത് മുതൽ ഓതാം. 18-ാമത്തെ ആയത്ത്.
أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ അള്ളാനെ മറന്നവരെ പോലെ ആവരുത് എന്ന്. ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആവരുത് എന്ന് ആവർത്തിച്ചെന്ന് പറയും. ഈ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റുള്ള എന്താ അതിന്റെ അർത്ഥം? ദിക്റുള്ള അള്ളാനെ ഓർക്കുക, അള്ളാനെ ഓർക്കുക. അള്ളാനെ മറക്കുന്നവരെ പോലെ ആവരുതെന്ന് പറഞ്ഞാൽ ദിക്ർ ഇല്ലാത്തവരെ പോലെ ഇല്ലാത്ത ഒരാളാവരുത്. അള്ളാനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ അള്ളാനെ ഓർക്കുമ്പോഴാണ് നമ്മൾ പറയാ സുബ്ഹാനല്ലാഹ്. നമ്മളെന്താ സുബ്ഹാനല്ലാഹ് ഒരു ദിക്റാണോ പഠിച്ചു വെച്ചത്? ശ്രദ്ധിക്കണേ, സുബ്ഹാനല്ലാഹ് ഒരു ദിക്റാണോ പഠിച്ചു വെച്ചത്? അങ്ങനല്ല പഠിക്കേണ്ടത്. എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാനെ ഓർമ്മ വരുമ്പോ നമ്മൾ പറയുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹുവിന്റെ ഒരു പരിശുദ്ധിയെ നമ്മൾ കാണുമ്പോൾ, ഒരു ഭയങ്കരമായ ഒരു സൃഷ്ടിപ്പ് നമ്മൾ കാണാൻ, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. കണ്ട, അള്ളാഹ് തന്ന ഒരു നിഅമത്ത് നമ്മൾ അനുഭവിക്കുകയാണ്, കാണല്ല, നിഅമത്ത് അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാണ്, അള്ളാഹുവിനെ ഓർമ്മ വരികയാണ്. ആ ഓർമ്മ വരലാണ് അൽഹംദുലില്ലാഹ്, അത് അനുഭവിച്ചു ആ നിഅമത്ത്. നമ്മൾ ആരുമല്ലാതെ ഒരു തിരിച്ചറിവ് വരികയാണ്. അപ്പോഴാണ് അല്ലാഹു അക്ബർ, പടച്ചോനെ നീയാണ് വലിയവൻ. ഇത് വ്യത്യാസം ഉണ്ടോ ഇല്ലേ? ഒരാള് സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ വിരലുമേൽ എണ്ണാണ്, അല്ലെങ്കിൽ മാലമേൽ ഇങ്ങനെ എണ്ണാണ്. ഓനെങ്ങനെ നോക്കുന്നുണ്ട്, പലത് ചിന്തിക്കുന്നുണ്ട്, പലത് ആലോചിക്കുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് ഉറങ്ങുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് പറയുന്നു. ഇതാണോ ദിക്ർ? അല്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അവസ്ഥ, വിഷയം എന്താണോ അതിനനുസരിച്ച് നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഹംദായിട്ടും തസ്ബീഹായിട്ടും തക്ബീറായിട്ടൊക്കെ മാറുന്നത്. എങ്ങനെ എങ്ങനെ അതിന്റെ യുക്തി നമ്മൾ ആലോചിക്കണ്ട. അത് എന്തുകൊണ്ട് 33 63 ആക്കിയില്ല എന്നുള്ള 66 ആക്കിയില്ല എന്നുള്ള യുക്തിയില്ല. നിസ്കാരം എന്തുകൊണ്ട് 100 5 കൂടെ ഇരുന്നോ, അസർ 3 ആക്കി കൂടെ ഇരുന്നോ എന്നുള്ള ചോദ്യമില്ല. യുക്തിനെ പറ്റിയില്ല ചോദ്യമില്ല. അത് റസൂൽ പറഞ്ഞ അതേപോലെ കാരണങ്ങൾ എന്താന്നുള്ളതാണ്. അത് ഖുർആൻ പഠിച്ചാൽ മനസ്സിലാവും.
ഇപ്പൊ ഖുർആനില് നിങ്ങൾ ചോദിച്ചോണ്ട് പറയും, ഖുർആനിൽ സബ്ബിഹ്, എന്താ സബ്ബിഹ് എന്ന് പറഞ്ഞാൽ? കൽപ്പനാക്രിയാണ് സബ്ബിഹ്. സുബ്ഹാനല്ലാഹ് എന്ന് നീ പറയണം. അങ്ങനെ 17 തവണ ഖുർആനിലുണ്ട്. എന്താണ്? 17 തവണ ഖുർആനിൽ സബ്ബിഹ്. സബ്ബിഹ് എന്നല്ല, ഫസബ്ബിഹ്. ആകയാൽ അതുകൊണ്ട്, ശ്രദ്ധിക്കണേ, ആകയാൽ അതുകൊണ്ട് നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. എന്താണ് ഈ ആകയാൽ? അതുകൊണ്ട് നീ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം 17 സ്ഥലത്ത്. ആ ആയത്തുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് 33 അധികം കാരണം കിട്ടും. മനസ്സിലായോ? ഫഖുലിൽ ഹംദുലില്ലാഹ്, ശ്രദ്ധിക്കണം, ഫഖുലിൽ ഹംദുലില്ലാഹ്, ആകയാൽ നീ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. 6 സ്ഥലത്ത് ഖുർആനിൽ, 6 സ്ഥലത്ത്, മറ്റേത് 17 സ്ഥലത്ത്, 6 സ്ഥലത്ത് ഫഖുലിൽ ഹംദുലില്ലാഹ്. ആകയാൽ, ആ ആകയാൽ എന്താണെന്ന് പരിശോധിച്ചാൽ 33 കാരണങ്ങൾ നമുക്ക് കിട്ടും. ഫകബ്ബിർ, ഫകബ്ബിർഹു തക്ബീറ. ഫകബ്ബിർ എന്താ അർത്ഥം? ആകയാൽ നീ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഖുർആനിലുണ്ട്. പഠിച്ചോളി, സൂറത്ത് ഇസ്രായേൽ അവസാനം കാണാം. അപ്പൊ അത് നമ്മൾ അറിയണം, പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹുവിനെ മറന്നവരെ പോലെ ആവരുത് എന്നുള്ള പറയുന്നത് നമ്മൾ ഈ ഓതി വെച്ച ആയത്തിലുള്ളത്. എന്നിട്ട് അതിന് ശേഷമാണ് അള്ളാഹുവിന്റെ ചില അസ്മാകൾ എടുത്ത് പറയണം. ഈ സൂറത്തിലെ പ്രത്യേകത അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ എടുത്ത് പറയണം 3 ആയത്തിൽ. അതിന് മുമ്പ് പറയുന്നത് എന്താ? അള്ളാനെ, ഇത് ശ്രദ്ധിക്കണം, ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. അള്ളാനെ മറന്നവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാന്റെ നാമങ്ങൾ പറയണം. മനസ്സിലാവുന്നു? എന്താണ് ആയത്തിന്റെ തുടക്കം? ഈ ആയത്തിന്റെ അർത്ഥം ഞാൻ പെട്ടെന്ന് പറയാം, എന്നിട്ട് ആയത്ത് ഒന്നുകൂടി കേട്ടു നോക്കിയാൽ. ആയത്ത് ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കിയിട്ട് ആയത്ത് ഒന്നുകൂടി കേൾക്കാം. നോക്കി, യാ അയ്യുഹല്ലദീന ആമനൂ, നിങ്ങൾ പലവട്ടം കേട്ടത് തന്നെയാണ്, എന്നാലും അത് ശ്രദ്ധിച്ചാണ്. ഖുർആനിൽ കൊടുക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ. മുഅ്മിനീങ്ങളോടൊക്കെ കൽപ്പന, ഈമാൻ ഇല്ലാത്തവരോട് ഈ വർത്താനം പറഞ്ഞു കാര്യമില്ല. കുറച്ചെങ്കിലും ഈമാമാണ്, അത് ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മളത് പഠിക്കാൻ വരുന്നത്. ഖുർആൻ പഠിക്കാനൊക്കെ വന്നിരിക്കുന്നത് ഈമാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ്, ഈമാന്റെ അടയാളം തന്നെയാണ്. ഈമാൻ ഇല്ലെങ്കിൽ ഇത് വരാൻ കഴിയില്ല. ഈമാനിന്റെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. പനിക്കുണ്ടെങ്കിൽ പനിക്ക് ചില അടയാളമൊക്കെ ഉണ്ടാവും അല്ലെ? ഈമാനിന് ചില അടയാളമൊക്കെ ഉണ്ട്. ആ അടയാളത്തിൽ പെട്ടതാണ് നമ്മളിവിടെ വരുന്നതൊക്കെ ഉള്ളത്. അപ്പൊ ഈമാനുള്ളവരെ, യായുകളെ, കുറച്ചെങ്കിലും ഈമാനുള്ളവരെ അള്ളാഹ് പറയും, ആ തഖ്വല്ലാഹ്, അള്ളാഹനെ സൂക്ഷിക്കണം. അള്ളാഹനെ സൂക്ഷിക്കാറാണ് കള്ളന്മാരെ സൂക്ഷിക്കണം, പുലിനെ പേടിക്കണം എന്ന് പറഞ്ഞ മരുന്നല്ല. അത് എന്താന്നുള്ളത് വേറെ പഠിക്കണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെയും കൽപ്പനകളെയും നിസ്സാരാക്കേണ്ടതാണ് തഖ്വ എന്ന് പറഞ്ഞതാണ്. ഖുർആൻ നിറച്ച് നിൽക്കുന്ന അതാണ്. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരെ മുത്തഖീങ്ങൾ എന്ന് പറയാനുള്ള കാരണം അതാണ്. തഖ്വ ഉള്ളവര് ഖുർആനിലാണുള്ളത് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹനെ സൂക്ഷിക്കണം. എന്തിന്? ബാക്കി എല്ലാരും വായിക്കണം. ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, നോക്കട്ടെ. ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തത്, ഈ നിമിഷം വരെ ചെയ്തതിനെ പറ്റി ചിന്തിക്കട്ടെ. എവിടെ ഇല്ലി ഹൊതി, എന്താ ഹൊത് പറഞ്ഞാല്? ഹൊത് നാളെ. എന്താ നാളെ എന്ന് പറഞ്ഞാല് തിങ്കളാഴ്ച ആണോ? ആണോ? അല്ല, നാളെ എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള അവസ്ഥ. മരണത്തിന് ശേഷം മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് എന്ത് സമ്പാദിച്ചു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞതിന് പകരം നാളേക്ക് എന്ന് പറയാൻ കാരണം എന്താ? എന്തായിരിക്കും? അതൊന്ന് വളരെ അടുത്താണ്. പിന്നെ നാളെ എന്ന് പറയാൻ കാരണം നാളെ ഒരു പരീക്ഷ ഉള്ള കുട്ടി, നാളെ ഒരു പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ഇന്നത്തെ ദിവസം നിർണായകമാണ് അല്ലേ? ആണോ? അപ്പൊ നമ്മള് മക്കളോട് പറയണം, മോളെ പരീക്ഷയാണ് പറ്റി പഠിച്ചോ. അപ്പൊ മോള് പറയാം, അമ്മ ഇനി 1 മാസം ഉണ്ട് പരീക്ഷയ്ക്ക്. 1 മാസം ഇനിയുണ്ട്.
ഒരു എക്സ്ക്യൂസ് പറയാൻ അവിടെ ഒരു വകുപ്പുണ്ട് അല്ലെ. മോളെ നാളെയാണ് പരീക്ഷ എന്ന് പറഞ്ഞാല് ആ മോക്കിന് എന്തില്ല, പറയാൻ വകുപ്പില്ല. നാളെ നമ്മളൊരു വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇരിക്കുവോ? ഇല്ല. വിളിച്ച ആൾക്കാർ വരാണ്ട്, ഒരുക്കങ്ങൾ നടത്തണം, ടൈമില്ല. നാളെ സമ്പാദിക്കാൻ ടൈമില്ല. നാളെ പോയിട്ട് അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുമെന്ന് അറിയാം. എവിടെയാണ് നമ്മുടെ റൂഹിനെ പിൻവലിക്കാന്ന് അറിയില്ല. അടുത്ത നിമിഷം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. നാളെ, അതാണ് ആ പ്രയോഗം നാളെ എന്ന് പറഞ്ഞത്. കാത്തിരിക്കാൻ സമയമില്ല. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആര് ചിന്തിക്കട്ടെ. ഇതിലെ ഓരോ പദങ്ങളും പ്രധാനമാണ്. ഞാൻ ഇന്നെപ്പറ്റി ചിന്തിക്കണം, ഞാൻ വേറൊരാളെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ ഇന്നെപ്പറ്റി ചിന്തിക്കണം, എനിക്കെന്താ ഉള്ളത് ഞാൻ ചിന്തിക്കണം. നമ്മളെന്താ, നമ്മൾ വേറൊരാളെ പറ്റി ചിന്തിക്കുള്ളൂ. ഓർക്കെന്താ ഉള്ളത്, ഓക്കെന്താ ഉള്ളത് നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മളെ പറ്റി ചിന്തിക്കണം, എനിക്കെന്താ ഉള്ളത്. നാളെ ഞാൻ മരിച്ചാൽ, ഈ നൃത്തത്തിൽ ഞാൻ കുഴഞ്ഞു വീണ് മരിച്ചാൽ എനിക്ക് എന്താ ഉള്ളത്, ഞാൻ പരലോകത്തേക്ക് എന്താ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ. ഇത് പൊതുകൽപ്പന അല്ല. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞത് ഓരോരുത്തരോടാണ്. കണ്ടാ, നിങ്ങൾ നോക്കേണ്ടതല്ല, ഓരോ വ്യക്തിയും ആലോചിക്കട്ടെ. ഓരോ വ്യക്തിയും അള്ളാന്റെ, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അള്ളാന്റെ സംസാരമൊക്കെ നമ്മളോട് ഡയറക്റ്റാണ്. നമ്മളെ ഹൃദയത്തിനോടാണ് അള്ളാന്റെ സംസാരം. നേരിട്ട് പടച്ചോൻ പറയണം. ഓരോരുത്തരും ചിന്തിക്കട്ടെ നാളേക്ക് എന്താ ഉള്ളത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതിന്റെ അവതരണ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. ഈ ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. നമുക്കൊന്ന് ഈ ആയത്ത് കേട്ടിട്ട് ഒരു വികാരമില്ല. പ്രത്യേകിച്ച് സിദ്ദീഖുൽ അക്ബർ പൊട്ടിക്കരഞ്ഞു ഈ ആയത്ത് ഇറങ്ങിയ. ആരാ സിദ്ദീഖുൽ അക്ബർ എന്ന് പറയാം? ആരാ? എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? സകല മുഅ്മിനീങ്ങളെ ഈമാന് ഒരു തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ഏത് തട്ട് താവുന്ന പറഞ്ഞേ? സിദ്ദീഖുൽ അക്ബറിന്റെ തട്ട് താഴ്ന്നു നിൽക്കുന്നവരാണ്. അത്രയും ഈമാനുള്ള റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ ഏറ്റവും ഈമാനല്ല സിദ്ദീഖ് അക്ബർ. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ അദ്ദേഹം കുട്ടിയെടുക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കരഞ്ഞിട്ട് പറയും, വല്ലാഹി അള്ളാനെ തന്നെയാണ് സത്യം. ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഞാനൊരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. മുറിച്ചു മാറ്റപ്പെടുന്ന, പക്ഷികൾ വന്ന് കായ്കനികൾ ഭക്ഷിക്കുന്ന, ഒരു വിത്ത് മുളച്ച് വളർന്നു വലുതായ ഒരു മരമായിരുന്നു ഞാനെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്നാണ്. ഒരു മരമായാൽ മതിയായിരുന്നു. എന്താ കാരണം? മരത്തിനെന്തില്ല? ഹിസാബില്ല, വിചാരണയില്ല, ചോദ്യമില്ല. ഇതാരാ പറയുന്നത് നോക്കണം. നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു, നിങ്ങളെ കൈകളിൽ എന്താണുള്ളത് എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ബാക്കി എത്ര വട്ടാണ് അതിന് തക്കവ പറഞ്ഞത്? കണ്ട, സഹോദരങ്ങളെ, ഈ വത്തക്കുള്ള എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരാകണം തന്നെ അർത്ഥം. വേറൊന്നുമല്ല. തഖ്വ ഒന്നേ കിട്ടുള്ളൂ. ഹുദൽ ലിൽ മുത്തഖീൻ, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് കിട്ടണമെങ്കിൽ ഇത് പഠിക്കണം. രണ്ട് തവണയാണ് അള്ളാഹ് പറഞ്ഞത്. ബാക്കി ഇന്നല്ലാഹ ഖബീറും ബിമാ, വായിക്കുക, എല്ലാവരും വായിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. നമ്മളെ അമലിനെ കുറിച്ചൊക്കെ അള്ളാഹ് നല്ലോണം അറിയണ്ടേ. നമ്മൾ ആരാണ്, എന്തൊക്കെ. ഇത് സുബീസ്കരിക്കാൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞിരുന്നോ? അത് വെറുതെ മടി കാണിച്ച് കിടന്നതാണോ? എന്തൊക്കെ സൗകര്യങ്ങൾ പഠിച്ചെനിക്ക് തന്നിട്ടുണ്ട് അമൽ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ. ഇതൊക്കെ അള്ളാഹ്ക്കറിയാം. അള്ളാഹു കൃത്യമായി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. പടച്ചോടെ നിരീക്ഷണത്തിൽ നിന്ന് നമ്മൾ ആരും മാറിപ്പോകില്ല. എന്നിട്ട് ബാക്കി
നസുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ മറന്നവരെ പോലെ ആവരുത്. അതാ നേരത്തെ പറഞ്ഞത്. വലാ തഖൂലു, നിങ്ങൾ ആവരുത് കല്ലദീന, ഒരു കൂട്ടരെ പോലെ, നസുല്ലാഹ്, അവർ അല്ലാഹനെ മറന്നു, അവരെ പോലെ ആവരുത്. ഫഅൻസാഹും അൻഫുസഹും, എന്താണ് ഉണ്ടായതെന്നറിയോ? അക്കൂട്ടർ അവരെ തന്നെയാണ് മറന്നത്, സ്വയമാണ് അവർ മറന്നത്. അള്ളാഹനെ മറന്നത് കേട്ടിട്ട് അള്ളാഹ്ക്ക് ഒരു തകരാറുണ്ടാവില്ല. നമ്മൾ ആരും ഒരു ദിക്റും ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെയാണ് മറക്കണത്. നമ്മൾ ചിലപ്പോഴൊക്കെ ചില ആൾക്കാരെ പറ്റി പറയും, ഒരു കുടുംബത്തെ ഒരു ഓർമ്മയില്ലേ, കുടുംബത്തെ ഓർക്കാതെ ജീവിച്ചു, വാപ്പണ്ട് മക്കളുണ്ടെന്ന് ഓർമ്മ ഓനെ ഇല്ലേ, ഓനതൊന്നും ചിന്തിക്കാതെ ഓർമ്മയില്ലാതെ ജീവിച്ചു. പറയില്ലേ? ചില ആൾക്കാരെ ചില ദുരന്തത്തിൽപ്പെട്ടു, ചില അപകടത്തിൽപ്പെട്ടു, ചില സാമ്പത്തിക തകർച്ചയിൽപ്പെട്ടു, ഒറ്റപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ പറയും, ഇന്ത്യയിൽ അവന്റെ ജീവിതം അവന് വല്ല ഓർമ്മയില്ല, അവന്റെ കുടുംബത്തെ കുറിച്ച് ഓർത്തോ, മക്കളെ കുറിച്ച് ഓർത്തോ എന്ന് പറയും. അല്ലെ? പറയാറില്ലേ? നമ്മള് അള്ളാഹനെ മറന്നാൽ അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല, നമ്മളെ തന്നെയാണ് മറക്കുന്നത്. അപ്പോ നമ്മൾ അള്ളാഹനെ ഓർക്കുമ്പോ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഓർക്കുകയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ എങ്ങനെ ഓർത്ത്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അടുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഞാൻ ഉണ്ടാവുമോ? ഒരു ഉറപ്പില്ല. അതാണ് ഓർമ്മ. ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈകൊണ്ട് എടുത്തു കുടിച്ചു. അടുത്തൊരു ഗ്ലാസ് വെള്ളം എടുക്കാൻ ഈ കൈക്ക് ആളുണ്ടാവുമെന്ന് അറിയില്ല. വേറെ ഒരാൾ എന്റെ ചുണ്ട് നനച്ച് തരികയാണെന്ന് അറിയില്ല. രാവിലെ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ലെ? മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 7 കുട്ടികളാണ് വണ്ടിയിൽ പോയത്. 6 എണ്ണം മരിച്ചു. എത്ര സന്തോഷായിട്ട്, എത്ര ആനന്ദഭരിതരായിട്ട്, എന്തെല്ലാം കഥകൾ പറഞ്ഞിട്ടാണ് ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 7 ചങ്ങാതിമാര് ഒരുമിച്ച് യാത്ര പോകണമെന്ന് ആലോചിച്ചത്. അല്ലേ? കിടന്നിട്ട് ഈ കോട്ടക്കല് ഒരു ആയുർവേദശാല അറിയില്ലല്ലോ, ഇടക്കൊന്നും അവിടെ പോകണ നല്ലതാണ്. കോട്ടക്ക പോകുമ്പോ ചങ്കുവെട്ടിയിൽ ഇറങ്ങിയിട്ട് ആയുർവേദശാലയിൽ അഡ്മിറ്റ് ആക്കി രോഗികളുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഇടക്ക് പോയി നോക്കുക. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇടക്ക് പോയാൽ അള്ളാഹനെ മറക്കാതിരിക്കാനുള്ള കാര്യം പറഞ്ഞത്. അള്ളാഹനെ മറന്നവരെ പോകാതിരിക്കാനുള്ള കാരണം പറഞ്ഞാണ്. അള്ളാഹനെ മറക്കാതിരിക്കാൻ, അള്ളാഹനെ ഓർക്കാൻ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാൻ. കൈകാലികളില്ലാത്തൊരു മനുഷ്യൻ, കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ തപ്പിത്തടഞ്ഞിങ്ങനെ പോകുമ്പോ നമ്മൾ പറയണം എന്ത്? അൽഹംദുലില്ലാഹ് അല്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. ഞാൻ ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഒരാൾ കോളിബെല്ലടിച്ചു. നമ്മൾ വാതിൽ തുറന്നു നോക്കിയപ്പോ കണ്ണ് കാണാത്ത മനുഷ്യനാണ്, ഒരു യാചകനാണ്. ആ മനുഷ്യനെ കണ്ടപ്പോ അയാൾക്ക് 10 ഉറുപ്പ്യ കൊടുക്കൽ മാത്രമല്ല നമ്മളെ ഉത്തരവാദിത്വം. പൈസ കൊടുക്കണം എന്നല്ല പഠിപ്പിച്ചത്, പൈസ കൊടുക്കണമെന്ന് മാത്രമല്ല പഠിപ്പിച്ചത്. പിന്നെന്താ അറിയോ? അവനെ കാണുമ്പോ നമുക്ക് പറയാനുണ്ട്, നമുക്ക് പറയാൻ ഒരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 2 കൈയും കാലും കണ്ണും തന്ന് നമ്മളെ നടത്തി, നമ്മളെ ബിസിനസ്സും നമ്മളെ കച്ചവടവും നമ്മളെ പഠനവും നമ്മളെ ജോലിയും എല്ലാം കൃത്യമായി നമ്മൾ ചെയ്തു. അല്ലെ? ഒരു സാധുവിനെ കാണുമ്പോ നമ്മൾ പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹനെ ഓർക്കണത്. അല്ലദീ ആഫാനി, എനിക്ക് ആഫിയത്ത് നൽകിയ പടച്ചോൻ, മിമ്മ ബതലാക ബിഹി, നീ എത്ര ആൾക്കാരെ പരീക്ഷിച്ചിട്ടുണ്ട്? കണ്ണു കൊടുക്കാതെ, കാത് കൊടുക്കാതെ നീ എത്ര ആൾക്കാരെ പരീക്ഷിച്ചു? മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. നീ സൃഷ്ടിച്ച സൃഷ്ടികളിൽ മറ്റു വസ്തുക്കൾക്ക് കൊടുക്കാത്ത പല ശ്രേഷ്ഠത എനിക്ക് തന്നീല പടച്ചോൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആലോചിക്കുന്നു എന്താണ് ഈ പറഞ്ഞത്? അള്ളാഹനെ മറക്കാതിരിക്കാൻ, അള്ളാഹനെ ഓർക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ പോയാല് കോട്ടക്കൽ ആഴ്ചയിലേക്ക് ഇങ്ങനെ പോയാൽ കാണാം തകർന്ന് കിടക്കുകയാണ്. അതിനപ്പുറത്തൊരു ക്യാൻസർ ആശുപത്രിയിൽ അവിടെ പോയാൽ കാണാം നിലവിളിക്കുന്ന രോഗികളെ കാണാം. ഒരു ഇറ്റ് വെള്ളം ചങ്ക് നടക്കാൻ കഴിയാതെ, വേദന സഹിച്ചിട്ടല്ലാതെ, ചങ്കിലൂടെ ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്ന മാരാരോഗികളെ കാണാം. ഒക്കെ കാണുമ്പോഴാ നമ്മൾ കുടിച്ച വെള്ളം അൽഹംദുലില്ലാഹ്, നമ്മൾ കഴിച്ച ഭക്ഷണം അൽഹംദുലില്ലാഹ്. മനസ്സിലായില്ലേ? എത്രയോ വെള്ളം നമ്മൾ കുടിച്ചു, ഇപ്പൊ എന്തോ വയറിനെന്തോ ഒരു പ്രശ്നമുണ്ട്, എന്തോ ഒരു സംശയമുണ്ട്,
എന്തോ ഒരു രോഗം വയറ്റിനകത്തുണ്ടോ സംശയമുണ്ട്, സ്കാൻ ചെയ്യണം. അതിന് വയറ് നിറയെ വെള്ളം കുടിക്ക്. വയറ് നിറയെ വെള്ളം കുടിച്ചിട്ട് കഴിയണില്ല, എന്നാലും കുടിക്ക്. മൂത്രമൊഴിക്കരുത്, വെള്ളം കുടിക്ക്, വീണ്ടും കുടിക്ക്, മൂത്രമൊഴിക്കരുത്. സ്കാൻ ചെയ്യാൻ പോവാണ് അല്ലേ? അങ്ങനല്ലേ ചെയ്യല്? അങ്ങനല്ലേ ചെയ്യല്? കുടിച്ച വെള്ളം വീണ്ടും കുടിപ്പിച്ച് മൂത്രമൊഴിക്കാതെ സ്കാൻ ചെയ്തു. ഇത് നോക്കിയപ്പോൾ ഒരു മഴ കാണുന്നു. അതോടുകൂടി തീർന്നു. ഭക്ഷണത്തോടുള്ള പ്രിയം അവസാനിച്ചു. ഭക്ഷണത്തോടുള്ള പ്രിയം അവസാനിച്ചു. വെള്ളത്തോടുള്ള അത്യാഗ്രഹം അവസാനിച്ചു. എല്ലാം തീർന്നു, കഴിഞ്ഞു. ഈ ടെൻഷനൊന്നും ഇല്ലാതെ ഒന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ? അൽഹംദുലില്ലാ. അതാണ് അള്ളാഹനെ മറന്ന് ജീവിക്കണ്ട. ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല, കരിങ്കാലം ഉണ്ടായിട്ട് കാര്യമില്ല. എടുത്ത് കുടിക്കാനും. ഒരു ചെറുപ്പക്കാരന് ക്രിക്കറ്റ് കളിച്ചതാ ഗ്രൗണ്ടില്, 17 വയസ്സുണ്ട്, ബോൾ തട്ടിയതാണ്. ഇപ്പൊ തളർന്ന് കിടക്കുകയാണ് ബെഡില്, ആശുപത്രിയില്. വെള്ളം 17 വയസ്സേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം സ്വന്തം കൈയോട് എടുത്ത് കുടിക്കാൻ കഴിയണില്ല. കൈ പൊന്തൂല, തളർന്ന് കിടക്കുക. ചുണ്ട് നനച്ചു കൊടുക്കണം, വെള്ളം പാർന്നു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വലാ തകൂനു കല്ലദീന നസുല്ലാഹ് വനഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. റബ്ബിനോട് കാവലിനെ ചോദിക്കുക. ഒരുപാട് അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അത്യാപത്തുകളിൽ നിന്ന് ജനങ്ങളുടെ രാജാവായ റബ്ബിനോട് നമ്മൾ കാവലിനെ ചോദിക്കണം, സഹായം ചോദിക്കുക. ഇത് പഠിക്കണം സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കണം. എന്റെ ഹൃദയത്തിൽ വെച്ചിട്ട് ഒരു കുലാദുബറ ബിന്നാസ് ഓതിയാൽ അതിന്റെ ഗുണം കിട്ടാതിരിക്കില്ല. ആ കുലാദുബറ ബിന്നാസിന്റെ ഫളായിലാണ് നമ്മൾ പഠിച്ചതൊക്കെ, അതിന്റെ പ്രത്യേകത നമ്മൾ വായിച്ചതൊക്കെ. ശരി. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരാണ് തോന്നിവാസികൾ. പടച്ചോനെ മറന്ന് ജീവിക്കണവരെ പേരാണ് തോന്നിവാസികൾ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തോന്നിവാസികൾ. ലാ യസ്തവി അസ്ഹാബുൻ നാർ. സ്വർഗക്കാരും നരകക്കാരും സമല്ലട്ടോ. ജീവിച്ചിട്ട് നരകത്ത് പോകണോണ്ട് കൂട്ടത്തിലാവണ്ട. സ്വർഗക്കാരും നരകക്കാരും ഒരുപോലെയല്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിലെത്തിയോ, ആ വിഭാഗത്തിൽപ്പെട്ടോ, അവരാണ് വിജയിച്ചവർ. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ത് വേണം? ഖുർആൻ പഠിക്കണം. എന്താ ഖുർആന്റെ വലിപ്പം? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ. ഒരു മലന്റെ മേലാണ് ഖുർആൻ ഇറങ്ങിയതെങ്കിൽ നമുക്കിത് നിസ്സാരം. നമുക്കിത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും വന്നിട്ടില്ലെങ്കിലും ഒരു പ്രശ്നം നമുക്കില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും ഞാൻ ഈ ക്ലാസ് മറക്കൂല, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകാം. അതിന് വലിപ്പം എന്താ അറിയോ? ഈ ഖുർആൻ ഇറങ്ങിയതിന് മലന്റെ മേലാണെങ്കിൽ ആ മല, ഒരു മലന്റെ മേലാണെങ്കിൽ ആ മല ഇങ്ങനെ വിനയം കാണിക്കുന്നത് നിനക്ക് കാണാം. എന്നോട് പറയാം മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. അല്ലാഹനെ പേടിച്ചിട്ട് അത് പൊട്ടിപ്പിളരും. അല്ലാഹന്റെ കലാം. സൂറത്ത് അഅറാഫിലെ 143 അല്ലാഹന്റെ പ്രകാശം വന്നപ്പോഴേക്ക് പൊട്ടിത്തകർന്ന മലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു വിട്ടുമ്പോൾ നോക്കിക്കാണി 7:143 അല്ലാഹന്റെ കലാം ഇറങ്ങിയാൽ ഈ മല പൊട്ടിപ്പിളർന്നു പോകുന്നത് കാണാം. ചിന്ത ഉണരേണ്ട മനുഷ്യർക്ക്, ചിന്തിക്കേണ്ട മനുഷ്യർക്ക് ഇപ്രകാരം അള്ള ഉദാഹരണം വിവരിച്ചു കൊടുക്കുന്നു. ആരാണ് അല്ലാഹ്? ഈ ഖുർആൻ ഇറക്കിയ അല്ലാഹ് ആരാണ്? ഖുർആനിലൂടെ മനസ്സിലാക്കേണ്ട അല്ലാഹ് ആരാണ്? ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അവൻ. ഹുവർ റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമാണവൻ. ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹു, വീണ്ടും പറയണം, അവനല്ലാതെ ആരാധ്യനില്ല. അൽ മലിക്, അൽ മലിക്, അവനാണ് രാജാവ്. അൽ ഖുദ്ദൂസ്, മഹാപരിശുദ്ധൻ. അസ്സലാം, സമാധാനം നൽകുന്നവൻ. അൽ മുഅ്മിൻ, നിർഭയത്വം നൽകുന്നവൻ. അൽ മുഹൈമിൻ, മേൽനോട്ടം വഹിക്കുന്നവൻ. അൽ അസീസ്, പ്രതാപശാലി. അൽ ജബ്ബാർ, എല്ലാം ഭരിക്കുന്ന പരമാധികാരി. അൽ മുതകബ്ബിർ, മഹത്വമുള്ളവൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അത്ര പരിശുദ്ധനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിലെല്ലാം അല്ലാഹു അത്ര പരിശുദ്ധനാണ്. ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. അൽ ഖാലിഖ്, സൃഷ്ടാവാണ്. അൽ ബാരി, നിർമ്മാതാവാണ്. അൽ മുസവ്വിർ, രൂപം നൽകുന്നവനാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് അസ്മാഉൽ ഹുസ്നയുള്ളത്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹു തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വഹുവൽ അസീസുൽ ഹകീം, അവൻ പ്രതാപിയും യുക്തിമാനുമാണ്.
അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നാമത്തിലൂടെ നമ്മൾ അള്ളാഹിനെ അറിയണം. അതിൽപ്പെട്ട ഒരു നാമമാണ് മലിക്. ആ നാമങ്ങൾ വന്നിടത്തൊക്കെ എന്തിനാണ് ഇത് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ഈ കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ കണ്ണും കാതും ഹൃദയം തുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും വിനയാനിതരായി തീരാനും തസ്ബീഹും തഹ്മീദും തക്ബീറും വർദ്ധിപ്പിക്കാനും ഇബാദത്തുകളെയോട് അള്ളാഹുവിലേക്ക് കൊണ്ട് അടുക്കാനും നമ്മളെ സഹായിക്കും. അതിനുള്ള ഈമാൻ ഈ പഠനം നമുക്ക് നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മയോട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്ക് വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജോലിയിലും ഏർപ്പാടിലും അള്ളാഹു നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.